അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുഹ്ഫത്തുൽ ലബീബി ബിശർഹി ഇബ്രാഹിം അസ്സഞ്ചാനി. ദർസ് 43. ആദ്യം മത്തിന് മാത്രം നോക്കുക. സഞ്ചാൻ ഫൽ മബ്നിയു ലിൽ ഫാഇലി മിൻഹു മാ കാന ഹർഫുൽ മുളാറഅതി മിൻഹു മഫ്തൂഹൻ ഇല്ലാ മാ കാന മാളിഹി അലാ അർബഅതി അഹ്റുഫിൻ ഫഇന്ന ഹർഫൽ മുളാറഅതി മിൻഹു യകൂനു മദ്മൂമൻ അബദൻ നഹ്വ യുദഹ്രിജു വയുക്രിമു വയുഖാതിലു വയുഫർരിജു. വഅലാമത്തു ബിനാഇ ഹാദിഹിൽ അർബഅതി ലിൽ ഫാഇലി കൗനുൽ ഹർഫില്ലദീ ഖബ്ല ആഖിരിഹി മക്സൂറൻ അബദാ. ഫൽ മബ്നിയു ലിൽ ഫാഇലി മിൻഹു, അതിൽ നിന്ന് ഫാഇലിന് എടുക്കപ്പെട്ടത്, മാ ഒന്നാണ്, കാന ഹർഫുൽ മുളാറഅതി മിൻഹു മഫ്തൂഹൻ, അതിൽ നിന്ന് മുളാറഅത്തിന്റെ ഹർഫ് ഫത്ഹാക്കപ്പെട്ടത് ആയിരിക്കുന്നു. ഇല്ലാ മാ കാന മാളിഹി അലാ അർബഅതി അഹ്റുഫിൻ, ഭൂതകാലക്രിയ 4 ഹർഫുകൾ ഉള്ളവ ഒഴികെ. ഫഇന്ന ഹർഫൽ മുളാറഅതി മിൻഹു യകൂനു മദ്മൂമൻ അബദാ, കാരണം തീർച്ചയായും അതിൽ നിന്ന് മുളാറഅത്തിന്റെ ഹർഫ് എപ്പോഴും ലമ്മാക്കപ്പെട്ടത് ആയിരിക്കും. നഹ്വ യുദഹ്രിജു വയുക്രിമു വയുഖാതിലു വയുഫർരിജു. യുദഹ്രിജു, യുക്രിമു, യുഖാതിലു, യുഫർരിജു എന്നിവ പോലെ യുദഹ്രിജു, യുക്രിമു, യുഖാതിലു, യുഫർരിജു എന്നിവയിലെ മുളാറഅത്തിന്റെ ഹർഫ് ശ്രദ്ധിച്ചു നോക്കൂ, മദ്മൂമാണ്. ഇത് എപ്പോഴും മദ്മൂമ് ആയിരിക്കും. വഅലാമത്തു ബിനാഇ ഹാദിഹിൽ അർബഅതി, ഈ 4 എടുക്കുന്നതിൻ്റെ അടയാളം, ലിൽ ഫാഇലി, ഫാഇലിന് എടുക്കുന്നതിൻ്റെ അടയാളം, കൗനുൽ ഹർഫില്ലദീ ഖബ്ല ആഖിരിഹി മക്സൂറൻ അബദൻ, അതിൻ്റെ അവസാനത്തേതിൻ്റെ മുൻപുള്ള ഹർഫ് എപ്പോഴും കസ്റാക്കപ്പെട്ടത് ആകലാണ്. ഇനി മത്നും ഷർഹും കൂടി നോക്കുക. ഷർഹ് തുഹ്ഫത്തുൽ ലബീബ്. നഹ്വ യുദഹ്രിജു വയുക്രിമു വയുഖാതിലു വയുഫർരിജു. വഅലാമത്തു ബിനാഇ ഹാദിഹിൽ അർബഅതി
അൽ മദ്കൂറത്തി, അൽ മദ്കൂറത്തി പറയപ്പെട്ട. ഈ ശറഹ് മുതലാണ് നമുക്കിനി പറയാനുള്ളത്. അൽ മദ്കൂറത്തി പറയപ്പെട്ട. വ അലാമത്തു ബിനാഇ ഹാദിഹിൽ അർബഅത്തിൽ മദ്കൂറത്തി, പറയപ്പെട്ട ഈ നാലെണ്ണത്തെ എടുക്കുന്നതിൻ്റെ അടയാളം. ലിൽ ഫാഇലി, ഫാഇലിന് എടുക്കുന്നതിൻ്റെ അടയാളം. കൗനുൽ ഹർഫി, ഹർഫ് ആകലാണ്. അല്ലദി യാതൊരു, ഏതൊരു ഹർഫ്. ഖബല ആഖിരിഹി അതിൻ്റെ അവസാനത്തേതിൻ്റെ മുൻപുള്ള. അല്ലദീ ഖബല മുൻപുള്ള, ആഖിരിഹി അതിൻ്റെ അവസാനത്തേതിൻ്റെ മുൻപുള്ള, അതിൻ്റെ അവസാനത്തേതിൻ്റെ മുൻപുള്ള ഹർഫ് ആകലാണ് മക്സൂറൻ കസറാക്കപ്പെട്ടത്. ആഖിരിഹി എന്നതിന്റെ ശറഹ് ശ്രദ്ധിക്കൂ. ഐ അതായത് ആഖിരി കുല്ലി വാഹിദിൻ മിൻ ഹാദിഹിൽ അർബഅത്തി, ഈ നാലെണ്ണത്തിൽ നിന്നുള്ള ഓരോന്നിൻ്റെയും അവസാനത്തേതിൻ്റെ മുൻപുള്ള ഹർഫ് ആകലാണ് മക്സൂറൻ അബദൻ, എപ്പോഴും കസ്റാക്കപ്പെട്ടത്. ബിഖിലാഫിൽ മബ്നിയി ലിൽ മഫ്ഊലി, മഫ്ഊലിന് എടുക്കപ്പെട്ടതിന് വിപരീതം. അതായത് കൗനുൽ ഹർഫില്ലദീ ഖബല ആഖിരിഹി അതിൻ്റെ അവസാനത്തേതിൻ്റെ മുൻപുള്ള ഹർഫ് ആകലാണ്. മഫ്തൂഹത്തൻ അബദൻ എപ്പോഴും ഫത്ഹാക്കപ്പെട്ടത്. കമാ സയഅതി അത് ശേഷം വരുന്നത് പോലെ. വലമ്മാ കാനൽ മുളാരിഉ 14 മിസാലൻ, മുളാരി 14 മിസാൽ ആയപ്പോൾ കൽ മാദി ഭൂതകാല ക്രിയ പോലെ. ഇനി മറ്റൊരു ശ്രദ്ധിക്കൂ. മിസാലുഹു അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ മാതൃക. മിസാലുഹു മിൻ യഫ്ഉലു, യൻസുറു, യൻസുറാനി, യൻസുറൂന, തൻസുറു, തൻസുറാനി, യൻസുർന, തൻസുറു, തൻസുറാനി, തൻസുറൂന, തൻസുരീന, തൻസുറാനി, തൻസുർന, അൻസുറു, നൻസുറു. വഖിസ് അലാ ഹാദാ യദ്രിബു വയഅലമു വയുദഹ്രിജു വയുക്രിമു വയുഖാതിലു വയുഫർരിജു വയതകസ്സറു വയതബാഅദു വയൻഖതിഉ വയജ്തമിഉ വയഹ്മറു വയഹ്മാറു വയസ്തഖ്രിജു വയശൗഷിബു വയജ്ലവിദു വയഖഅൻസിസു വയസ്ലൻഖി
വയതദഹ്റജു വയഹ്റഞ്ചിമു വയഖ്ശഇറു. ഇനി ഓരോന്നിൻ്റെയും അർത്ഥവും വിശദീകരണവും ശ്രദ്ധിക്കുക. ഓരോന്നിനും പറയുന്ന അർത്ഥങ്ങളെല്ലാം കൃത്യമായി എഴുതി വെക്കണം. ചില ഫിയലുകൾക്ക് ഞാൻ ധാരാളം അർത്ഥങ്ങൾ പറയും. അവയെല്ലാം ക്ഷമയോടെ കേട്ട് എഴുതി വച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. അവ എഴുതി വെക്കാതിരുന്നാൽ അവയിൽ പലതും നിങ്ങൾ മറന്നുപോകും. പിന്നീട് പഠിപ്പിക്കേണ്ട സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് എഴുതി വച്ച് സൂക്ഷിക്കുകയും ഇടയ്ക്കിടെ വായിച്ച് ഓർമ്മ പുതുക്കുകയും ചെയ്യണം. മിസാലുഹു, അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ മാതൃക. മിസാൽ എന്നതിന് വിശദീകരണം നൽകുന്ന ഉദാഹരണം എന്നും അർത്ഥമുണ്ട്. മിസാൽ എന്നതിന് സംഗതി വ്യക്തമാക്കാൻ ഉതകുന്ന ഉദാഹരണം എന്നും അർത്ഥമുണ്ട്. മിൻ യഫ്ഉലു, യഫ്ഉലു വിൽ നിന്ന്, യഫ്ഉലു വസ്നിൽ നിന്ന്. യൻസുറു, യൻസുറാനി, യൻസുറൂന. ഞാൻ നേരത്തെ നൻസുറു വരെ വായിച്ചല്ലോ, ഇനി വായിക്കേണ്ടതില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൻസുറു എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങൾ നന്നായി ശ്രദ്ധിച്ചു പഠിക്കണം. നിങ്ങൾ ഒരർത്ഥം മാത്രം പഠിച്ചു വച്ചാൽ പോരാ. വിവിധ സന്ദർഭങ്ങളിൽ വയ്ക്കേണ്ട അർത്ഥങ്ങൾ മനസ്സിലാക്കണം. അതിന് എല്ലാ അർത്ഥങ്ങളും പഠിച്ചു വെക്കുക. ഓരോ സന്ദർഭത്തിലും യോജിക്കുന്നത് ഏത് അർത്ഥമാണ്, അല്ലെങ്കിൽ ഏതെല്ലാം അർത്ഥങ്ങളാണ് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഖുർആനും ഹദീസും മറ്റു കിതാബുകളും അർത്ഥം വെക്കാൻ വേണ്ടതുപോലെ സാധിക്കുകയുള്ളൂ. യൻസുറു, അവൻ സഹായിക്കുന്നു, അവൻ സഹായിക്കും. അവൻ തുണക്കുന്നു, അവൻ തുണക്കും. അവൻ ഉദവി ചെയ്യുന്നു, അവൻ ഉദവി ചെയ്യും. അവൻ ഉദക്കം നൽകുന്നു, അവൻ ഉദക്കം നൽകും. അവൻ ഒരുവനെ ശത്രുവിൽ നിന്നു രക്ഷിക്കുന്നു, അവൻ ഒരുവനെ ശത്രുവിൽ നിന്നു രക്ഷിക്കും. അവൻ മോചിപ്പിക്കുന്നു, അവൻ മോചിപ്പിക്കും. അവൻ ശത്രുവിനെതിരിൽ സഹായിക്കുന്നു, അവൻ ശത്രുവിനെതിരിൽ സഹായിക്കും. അവൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ സഹായിച്ചുകൊണ്ടിരിക്കും. അവൻ തുണച്ചുകൊണ്ടിരിക്കുന്നു, അവൻ തുണച്ചുകൊണ്ടിരിക്കും. അവൻ ഉദവി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൻ ഉദവി ചെയ്തുകൊണ്ടിരിക്കും. അവൻ ഉദക്കം നൽകിക്കൊണ്ടിരിക്കുന്നു, അവൻ ഉദക്കം നൽകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ യൻസുറു എന്നതിന് നിരവധി അർത്ഥങ്ങൾ പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ ഇതുപോലെ യൻസുറാനി എന്നതിനും യൻസുറൂന എന്നതിനും നൻസുറു ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും ഏതെല്ലാം അർത്ഥങ്ങൾ പറയാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കൂ. കുറച്ച് സമയമെടുത്താലും
ഭാവിയിൽ ഉപകരിക്കുമല്ലോ. വഖിസ് നീ ഖിയാസാക്കുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? താങ്കൾ മറ്റു ഫിഇലുകളെ ഈ ഫിഇലുമായി ഒത്തുനോക്കണം. ഖിയാസ് ഇത് വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പദമാണ്. ഖാസ എന്നാണ് മാളി. ഖാസ യഖീസു, ഖൈസൻ വഖിയാസൻ. ഖാസ എന്നതിന്റെ അസുല് ഖയസ എന്നാണ്. ഖാസ എന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ഇവിടെ യോജിച്ച അർത്ഥം ഏതാണ്? വഖീസ് എന്നതിനെ താങ്കൾ ഖിയാസാക്കുക എന്നാണല്ലോ അർത്ഥം. ഖിസ് താങ്കൾ ഒന്നിനെ മറ്റൊന്നുമായി ഒത്തുനോക്കുക. ഖിസ് താങ്കൾ താരതമ്യം ചെയ്യുക. ഖാസ അവൻ താരതമ്യം ചെയ്തു, അദ്ദേഹം താരതമ്യം ചെയ്തു. ഖാസ അദ്ദേഹം ഒന്നിനെ മറ്റൊന്നുമായി ഒത്തുനോക്കി. ഖാസ എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. ഖാസ എന്നതിന്റെ മസ്ദറുകൾ ഖൈസൻ, ഖിയാസൻ എന്നിവയാണ്. ഖൈസുൻ, ഖൈസൻ, ഖൈസിൻ. ഖിയാസുൻ, ഖിയാസൻ, ഖിയാസിൻ. ഖിയാസുൻ എന്നതിന് ഒത്തുനോക്കൽ, തുലനം, താരതമ്യം എന്നീ അർത്ഥങ്ങൾ പറയാം. ഖിയാസുൻ താരതമ്യം ചെയ്യൽ, ഒന്നിനെ മറ്റൊന്നുമായി ഒത്തുനോക്കൽ. ഖാസ എന്നതിന്റെ മറ്റു അർത്ഥങ്ങൾ ഏതെല്ലാം? അത് മനസ്സിലാക്കി വെച്ചോളൂ. അവൻ അളവ് പിടിച്ചു, അവൻ അളവെടുത്തു, അവൻ മറ്റൊന്നുകൊണ്ട് നീളം മുതലായവ അളന്നു, അവൻ അളവ് കണക്കാക്കി. ഇങ്ങനെ ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിപ്പോൾ മനസ്സിലാക്കി വെച്ചോളൂ. ഓരോ അർത്ഥവും എവിടെ വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ ഭാവിയിൽ മനസ്സിലാവും. വഖീസ് നീ ഖിയാസാക്കുക, അലാ ഹാദാ ഇതിന്റെ മേൽ, യളിരിബു യളിരിബു എന്നതിനെ, യളിരിബു എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. അതും നിങ്ങൾ എഴുതി വച്ച് പഠിക്കണം. എപ്പോഴും യളിരിബു എന്നതിന് അവൻ അടിക്കുന്നു, അവൻ അടിക്കും എന്നീ അർത്ഥങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. ഏതെല്ലാം അർത്ഥങ്ങൾ പറയണം അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കണം. അതിന് നിരവധി അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം. ചില അർത്ഥങ്ങൾ പറയാം. യളിരിബു അവൻ അടിക്കുന്നു, അവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അടിക്കും, അവൻ അടിച്ചുകൊണ്ടിരിക്കും. അവൻ കടിക്കുന്നു, അവൻ കടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കടിക്കും, അവൻ കടിച്ചുകൊണ്ടിരിക്കും. അവൻ കുത്തുന്നു, അവൻ കുത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ കുത്തും, അവൻ കുത്തിക്കൊണ്ടിരിക്കും. അവൻ വെട്ടുന്നു, അവൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ വെട്ടും, അവൻ വെട്ടിക്കൊണ്ടിരിക്കും. അവൻ മുട്ടുന്നു, അവൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ മുട്ടും, അവൻ മുട്ടിക്കൊണ്ടിരിക്കും. അവൻ തട്ടുന്നു, അവൻ തട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ തട്ടും, അവൻ തട്ടിക്കൊണ്ടിരിക്കും. അവൻ ഇടിക്കുന്നു, അവൻ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഇടിക്കും, അവൻ ഇടിച്ചുകൊണ്ടിരിക്കും. ഇനിയും ധാരാളം അർത്ഥങ്ങൾ പഠിക്കാനുണ്ട്.
നന്നായി പഠിക്കണം. ഇതുപോലെ പറഞ്ഞു പഠിക്കണം. എന്നാൽ ഭാവിയിൽ വളരെയധികം ഉപകരിക്കും. മടി കാണിച്ചാൽ ഭാവിയിൽ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മടി കാണിക്കാതെ പഠിക്കണം. വയഅലമു, അലിമ എന്നതിൻ്റെ നിരവധി അർത്ഥങ്ങൾ മനസ്സിലാക്കണം. യഅലമു എന്നതിൻ്റെ നിരവധി അർത്ഥങ്ങൾ മനസ്സിലാക്കണം. യഅലമു, അവൻ അറിയുന്നു, അവൻ അറിയും. അവൻ ഗ്രഹിക്കുന്നു, അവൻ ഗ്രഹിക്കും. അവൻ മനസ്സിലാക്കുന്നു, അവൻ മനസ്സിലാക്കും. അവൻ സ്പഷ്ടമായി അറിയുന്നു, അവൻ സ്പഷ്ടമായി അറിയും. അവൻ നന്നായി അറിയുന്നു, അവൻ നന്നായി അറിയും. ഇങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട്. വയുദഹ്രിജു, ദഹ്റജ എന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ട്. യുദഹ്രിജു എന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ മുൻപ് പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അത് പറയുന്നത് വളരെയധികം ഉപകരിക്കും. അതുകൊണ്ട് പറയാം. യുദഹ്രിജു, അവൻ ഉരുട്ടി വിടുന്നു, അത് ഉരുട്ടി വിടുന്നു. അവൻ ഉരുട്ടി വിടും, അത് ഉരുട്ടി വിടും. അവൻ ഉരുട്ടുന്നു, അത് ഉരുട്ടുന്നു. അവൻ ഉരുട്ടും, അത് ഉരുട്ടും. ഈ അർത്ഥങ്ങൾ എഴുതി വെക്കുക. വയുകിരിമു, യുകിരിമു, അവൻ ആദരിക്കുന്നു, അവൻ ആദരിക്കും. അവൻ ബഹുമാനിക്കുന്നു, അവൻ ബഹുമാനിക്കും. വയുഖാതിലു, യുഖാതിലു, പോരാടുന്നു, പോരാടും. അംഗം വെട്ടുന്നു, അംഗം വെട്ടും. യുദ്ധം ചെയ്യുന്നു, യുദ്ധം ചെയ്യും. വയുഫർരിജു, ഫറജ യുഫർരിജു എന്നതിൻ്റെ അർത്ഥങ്ങൾ പറയുമ്പോൾ നല്ല ശ്രദ്ധ വേണം. കാരണം അനേകം അർത്ഥങ്ങളുള്ള ഫിഅലാണ് ഫറജ എന്നത്. ഓരോ സന്ദർഭത്തിലും യോജിച്ച അർത്ഥം വെക്കാൻ നിങ്ങൾ പഠിക്കണം. യുഫർരിജു, അവൻ സുഖം നൽകുന്നു, അവൻ സുഖം നൽകും. ഇനി അവൻ എന്ന് ഞാൻ ഓരോന്നിനും ആവർത്തിക്കുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അവൻ എന്നാണോ ചേർക്കേണ്ടത്, അയാൾ എന്നാണോ ചേർക്കേണ്ടത്, അദ്ദേഹം എന്നാണോ ചേർക്കേണ്ടത്, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം. മാറ്റിവെക്കുന്നു, മാറ്റിവെക്കും. യുഫർരിജു എന്നതിന്റെ അർത്ഥങ്ങളാണ് പറയുന്നത്. നന്നായി ശ്രദ്ധിക്കണം, എഴുതി വെക്കണം. നിവാരണമുണ്ടാക്കുന്നു, നിവാരണമുണ്ടാക്കും. വിടർത്തി വെക്കുന്നു, വിടർത്തി വെക്കും. വിഭജിക്കുന്നു, വിഭജിക്കും. വേർപ്പെടുത്തുന്നു, വേർപ്പെടുത്തും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വേറെയും അർത്ഥങ്ങളുണ്ട്. നീക്കുന്നു, നീക്കിക്കൊണ്ടിരിക്കുന്നു. നീക്കും, നീക്കിക്കൊണ്ടിരിക്കും. ഈ ശൈലിയിൽ അർത്ഥം പറഞ്ഞു പഠിക്കണം. നേരത്തെ പറഞ്ഞവർക്കും അങ്ങനെ അർത്ഥങ്ങളുണ്ട്. ഓരോന്ന് പറയുമ്പോൾ കുറെ സമയമാകും. അതുകൊണ്ട് ചിലത് ഞാൻ ചുരുക്കുകയാണ്. തുറക്കുന്നു, തുറക്കും. കാലുകൾ അകറ്റിവെക്കുന്നു, കാലുകൾ അകറ്റിവെക്കും. ദുഃഖം അകറ്റുന്നു, ദുഃഖം അകറ്റും. വിശാലമാക്കുന്നു, വിശാലമാക്കും. സൗകര്യപ്പെടുത്തി തരുന്നു, സൗകര്യപ്പെടുത്തി തരും.
സൗകര്യപ്പെടുത്തുന്നു, സൗകര്യപ്പെടുത്തും. പഴുതുണ്ടാക്കുന്നു, പഴുതുണ്ടാക്കും. യുഫരിജു എന്നതിന്റെ എല്ലാ അർത്ഥങ്ങളും പഠിക്കണം. ഓരോ സന്ദർഭത്തിലും യോജിച്ച അർത്ഥങ്ങൾ വെക്കാൻ പ്രത്യേകം പരിശീലനം നേടണം. വയതകസ്സറു, യതകസ്സറു എന്നതിനും നിരവധി അർത്ഥങ്ങളുണ്ട്. തകസ്സറ, യതകസ്സറു, തകസ്സുറൻ, ഇങ്ങനെ ഓരോന്നും പറഞ്ഞു പഠിക്കണം. യതകസ്സറു, അത് തകരുന്നു, അത് തകരും. അത് ഉടയുന്നു, അത് ഉടയും. അത് കഷണം കഷണമായി നുറുങ്ങുന്നു, അത് കഷണം കഷണമായി നുറുങ്ങും. അത് ശിഥിലമാകുന്നു, അത് ശിഥിലമാകും. അത് പൊട്ടിപ്പൊളിഞ്ഞ് നാനാവിധമാകുന്നു, അത് പൊട്ടിപ്പൊളിഞ്ഞ് നാനാവിധമാകും. ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ പഠിക്കാനുണ്ട്, നന്നായി പഠിക്കണം. വയതബാഅദു, തബാഅദ, യതബാഅദു, തബാഉദൻ. യതബാഅദു, വേർപ്പെടുന്നു, വേർപ്പെടും. അകന്നകന്നു പോകുന്നു, അകന്നകന്നു പോകും. അന്യോന്യം അകലുന്നു, അന്യോന്യം അകലും. കൂട്ടം വിടുന്നു, കൂട്ടം വിടും. പിൻവലിയുന്നു, പിൻവലിയും. ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ യതബാഅദു എന്നതിന് പഠിക്കാനുണ്ട്. എഴുതി വെച്ചോളൂ. വയൻഖതിഉ, ഇൻഖതഅ, യൻഖതിഉ, ഇൻഖിതാഅൻ. യൻഖതിഉ എന്നതിന് ഓരോ സന്ദർഭത്തിലും യോജിച്ച അർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കി വെക്കണം. നിരവധി അർത്ഥങ്ങൾ ഇതിനുമുണ്ട്. യൻഖതിഉ, ഇൻഖതഅ, യൻഖതിഉ. യൻഖതിഉ, മുറിഞ്ഞു പോകുന്നു, മുറിഞ്ഞു പോകും. വേർപ്പെടുന്നു, വേർപ്പെടും. നിലക്കുന്നു, നിലക്കും. അറ്റുപോകുന്നു, അറ്റുപോകും. വയജ്തമിഉ, ഇജ്തമഅ, യജ്തമിഉ, ഇജ്തിമാഅൻ. യജ്തമിഉ, ഒരുമിച്ചു കൂടുന്നു, ഒരുമിച്ചു കൂടും. ധാരാളമായി ഉപയോഗിക്കുന്ന പദമാണ് ഇജ്തമഅ, യജ്തമിഉ, ഇജ്തിമാഅൻ എന്നത്. ഇവയുടെ അർത്ഥങ്ങൾ നന്നായി ശ്രദ്ധിച്ചുപയോഗിക്കണം. ഓരോ സന്ദർഭത്തിലും യോജിച്ചത് ഉപയോഗിക്കണം. യജ്തമിഉ, സമ്മേളിക്കുന്നു, സമ്മേളിക്കും. ഒരുമിച്ചു കൂടുന്നു, ഒരുമിച്ചു കൂടും. യോഗം ചേരുന്നു, യോഗം ചേരും. സന്ധിക്കുന്നു, സന്ധിക്കും. സംഗമിക്കുന്നു, സംഗമിക്കും. വയഹ്മറു, അത് ചുവന്നതാകുന്നു, അത് ചുവന്നതാകും. അത് കഠിനമാകുന്നു, അത് കഠിനമാകും. വയഹ്മാറു, യഹ്മാറു, ക്രമേണ ചുവപ്പു നിറം വർദ്ധിക്കുന്നു, ക്രമേണ ചുവപ്പു നിറം വർദ്ധിക്കും. യഹ്മാറു, യാദൃശ്ചികമായി ചുവപ്പു നിറമാകുന്നു, യാദൃശ്ചികമായി ചുവപ്പു നിറമാകും. വയസ്തഖ്രിജു, ഇസ്തഖ്റജ, യസ്തഖ്രിജു, ഇസ്തിഖ്റാജൻ.
യസ്തഖ്രിജു എന്നതിന്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. യസ്തഖ്രിജു പുറത്തെടുക്കുന്നു, പുറത്തെടുക്കും. പുറത്തു കൊണ്ടുവരുന്നു, പുറത്തു കൊണ്ടുവരും. വലിക്കുന്നു, വലിക്കും. വലിച്ചെടുക്കുന്നു, വലിച്ചെടുക്കും. വലിച്ചൂരുന്നു, വലിച്ചൂരും. വിശദീകരിക്കുന്നു, വിശദീകരിക്കും. ഉത്തരം കാണുന്നു, ഉത്തരം കാണും. പരിഹാരം കാണുന്നു, പരിഹാരം കാണും. ഇങ്ങനെ അനേകം അർത്ഥങ്ങൾ യസ്തഖ്രിജു എന്നതിനുണ്ട്. എഴുതി വെച്ചില്ലെങ്കിൽ മറന്നുപോകും. വയഅ്ശൗശിബു, യഅ്ശൗശിബു, യഅ്ശൗശബ, യഅ്ശൗശിബു, യഅ്ശീശബൻ. യഅ്ശൗശിബു അത് ധാരാളം പല്ലുള്ള, അത് ധാരാളം പുല്ലുള്ളതാകുന്നു. പുല്ല്, പുല്ല്. അത് ധാരാളം പുല്ലുള്ളതാകുന്നു. അത് ധാരാളം പുല്ലുള്ളതാകും. വയജ്ലവ്വിദു, ഇജ്ലവ്വദ, യജ്ലവ്വിദു, ഇജ്ലിവാദൻ. യജ്ലവ്വിദു ത്വരിതഗമനം ചെയ്യുന്നു, ത്വരിതഗമനം ചെയ്യും. യജ്ലവ്വിദു നീണ്ടു നിൽക്കുന്നു, നീണ്ടു നിൽക്കും. യജ്ലവ്വിദു തുടർന്നു പോകുന്നു, തുടർന്നു പോകും. വയഖ്അൻസിസു, യഖ്അൻസസ, യഖ്അൻസിസു, യഖ്ഇൻസാസൻ. യഖ്അൻസിസു അവൻ നെഞ്ചു കൂർത്തവനാകുന്നു. അവൻ നെഞ്ചു കൂർത്തവനാകും. അവൻ നെഞ്ചു കൂർത്തവനായിക്കൊണ്ടിരിക്കുന്നു. അവൻ നെഞ്ചു കൂർത്തവനായിക്കൊണ്ടിരിക്കും. വയസ്ലംഖി അവൻ മലർന്നു കിടക്കുന്നു. അവൻ മലർന്നു കിടന്നുകൊണ്ടിരിക്കുന്നു. അവൻ മലർന്നു കിടക്കും. അവൻ മലർന്നു കിടന്നുകൊണ്ടിരിക്കും. വയതദഹ്റജു, യതദഹ്റജു അവൻ ഉരുളുന്നു. അവൻ ഉരുളും. അത് ഉരുളുന്നു, അത് ഉരുളും. ഇനിയും അനേകം അർത്ഥങ്ങളുണ്ട്. യതദഹ്റജു എന്നതിന്റെ അർത്ഥങ്ങൾ മുമ്പ് പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞതാണ്. ആ ക്ലാസ്സുകൾ കേട്ടവരാണ് ഈ സബ്ക്കിൽ അധികവും ഉള്ളത്. വയഹ്റഞ്ചിമു, ഇഹ്റഞ്ചമ, യഹ്റഞ്ചിമു, ഇഹിരിഞ്ചാമൻ. യഹ്റഞ്ചിമു എന്നതിൻ്റെ അർത്ഥങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. യഹ്റഞ്ചിമു ഒരുമിച്ചു കൂടുന്നു, ഒരുമിച്ചു കൂടും. യഹ്റഞ്ചിമു ഒത്തുചേരുന്നു, ഒത്തുചേരും. വയഖ്ശഇറു, യഖ്ശഅറ, യഖ്ശഇറു യഖ്ശഇറു എന്നതിൻ്റെ അർത്ഥങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. യഖ്ശഇറു തണുത്ത് വിറക്കുന്നു. അവൻ തണുത്ത് വിറക്കുന്നു. അവൻ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുന്നു. യഖ്ശഇറു അവൻ തണുത്ത് വിറക്കും. അവൻ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കും. അവൻ കിടുകിടുക്കുന്നു. അവൻ കിടുകിടുക്കും. ഇങ്ങനെ ധാരാളം അർത്ഥങ്ങളുള്ള പദമാണ്
യഖ്ശഇറു എന്നത് ഓരോ സന്ദർഭത്തിലും യോജിച്ച അർത്ഥം വെക്കാൻ പരിശീലിക്കണം. ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, വഖിസ് അലാ ഹാദാ യദ്രിബു വയഅലമു വയുദഹ്രിജു വയുക്രിമു വയുഖാതിലു വയുഫർരിജു വയതകസ്സറു. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ എഴുതി അവസാനം ഇവിടെ പറഞ്ഞത് വയഖ്ശഇറു. നേരത്തെ പറഞ്ഞ ഫിഇലിനോട് നിങ്ങൾ ഈ ഫിഇലുകളെല്ലാം ഒത്തുനോക്കണം. ഓരോന്നിന്റെയും വിവിധ രൂപങ്ങൾ പറഞ്ഞു പഠിക്കണം, നന്നായി പരിശീലിക്കണം. എത്രയെത്ര കാര്യങ്ങളാണ് ഇവയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. വഖിസ് അലാ ഹാദ എന്നതിന്റെ ശറഹ് അയിൽ മദ്കൂരി, അതായത് പറയപ്പെട്ട, മിൻ തസ്രീഫി യൻസുറു ഇലാ അർബഅത അശറ മിസാലൻ യദ്രിബു യദ്രിബാനി യദ്രിബൂന യഅലമു യഅലമാനി യഅലമൂന. ഇങ്ങനെ ഓരോന്നും സർഫാക്കി നോക്കണം. മാത്രമല്ല പലപ്പോഴും പലരും ധാരാളം ഫിയലുകൾ സർഫാക്കും. ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ എന്തെല്ലാം, ഏതെല്ലാം അർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കൂടുതൽ ചിന്തിച്ച് പഠിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ പഠിക്കുമ്പോഴാണ് കൂടുതൽ ഉപകാരം ഉണ്ടാവുക. കമാ സ്വറഫ്ത യൻസുറു ഇലൈഹാ, യൻസുറു എന്നതിനെ താങ്കൾ ഇവയിലേക്ക് സ്വറഫാക്കിയതുപോലെ തുടക്കം മുതൽ അവസാനം വരെ നല്ല ശ്രദ്ധയോടെ കേട്ടവർക്ക് നല്ല ഉപകാരമുണ്ടാവും. ഇവയിൽ പലതിൻ്റെയും അർത്ഥങ്ങൾ എഴുതി വെക്കേണ്ടവയാണ്. അവ എഴുതി വെച്ച് സൂക്ഷിക്കുകയും ഇടയ്ക്കിടെ വായിച്ച് ഓർമ്മ പുതുക്കുകയും ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങനെ പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.